നമസ്കാരം. ആർ കെ വേൾഡിലേക്ക് സ്വാഗതം. വിഖ്യാത കൃതി യയാതി വി എസ് ഖാണ്ടേക്കർ എഴുതി പി മാധവൻപിള്ള സാർ വിവർത്തനം ചെയ്ത യയാതിയുടെ വായന അനുഭവം പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇത് 5ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിനെ കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ, ബാല്യവും ഒക്കെ പിന്നിട്ട് യുവാവായ യയാതിയെക്കുറിച്ച് പറയുന്നത് യയാതിയുടെ തന്നെ ഓർമ്മക്കുറിപ്പുകളിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ബോധധാരയിലൂടെ അദ്ദേഹം പറഞ്ഞു വരുന്ന സംഗതിയിലൂടെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ അറിയുന്നത്. ഇന്ന് തികച്ചും വ്യത്യസ്തനായ ഒരു മനുഷ്യനായി മാറിയിരുന്നു കൊണ്ട് അദ്ദേഹം തൻ്റെ ജീവിതത്തെ ആകെ നോക്കിക്കാണുകയാണ്. അപ്പോൾ യുവാവായ യയാതി കഴിഞ്ഞ എപ്പിസോഡിൽ, നമ്മുടെ എപ്പിസോഡിൽ, പുസ്തകത്തിൽ അത് ചാപ്റ്ററുകൾ വരുന്നതനുസരിച്ചല്ല നമ്മൾ പറയുന്നത്, വീരശൂര പരാക്രമി ആകാൻ തൻ്റെ കീർത്തി ലോകമെങ്ങും അറിയിക്കുവാൻ വെമ്പി മുറ്റി നിൽക്കുന്ന യയാതി അച്ഛനും അമ്മയ്ക്കുമൊപ്പം നഗരദേവതയുടെ ഉത്സവത്തിന് ഒരു പന്തയം കാണുകയാണ്. കുതിരകളെ വെച്ചുള്ള ഒരു മത്സരം. അത് സൈന്യത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള മത്സരമാണ്. സാധാരണ ഒരു രാജാവിന് അതിൽ പങ്കെടുക്കുവാനൊന്നും കഴിയുകയില്ല. ആ പരിമിതി യയാതിക്ക് അറിയാം. എന്നിരുന്നാലും അവസാനം ആവേശം കൊണ്ട് അദ്ദേഹം കുതിരയെ നിയന്ത്രിക്കുവാനും കുതിരപ്പുറത്ത് കയറുവാനും പുറപ്പെടുന്നു. ആ കൂട്ടത്തിലെ ഏറ്റവും ഭീകരനായ കുതിരയെ മെരുക്കിയെടുക്കുന്നതിന് വേണ്ടി അതിന് പുറത്ത് കയറി 5 വട്ടം ചുറ്റുന്നതിനിടയിൽ അദ്ദേഹം വിജയിച്ചു. പക്ഷേ അവസാന നിമിഷം, കാരണം അമ്മ അവൻ്റെ ഈ സാഹസിക പ്രവർത്തികൾക്ക്, യയുവിൻ്റെ സാഹസിക പ്രവർത്തികൾക്ക് എതിരായിരുന്നു. അമ്മയെ തട്ടിമാറ്റിക്കൊണ്ടാണ് അവൻ മത്സരത്തിൽ പങ്കെടുക്കുവാൻ, കുതിരപ്പുറത്ത് കയറുവാനായിട്ട് പോയത്. അവസാനം താൻ വിജയിച്ച് 5ാമത്തെ വലം വെക്കുന്ന സമയത്ത് അമ്മയുടെ ആ അമ്മ ഇപ്പോൾ തന്നെക്കുറിച്ച് അഭിമാനിക്കുന്നുണ്ടാവും, പഴയ ധാരണകളൊക്കെ മാറ്റി എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അമ്മയെ ഒന്ന് നോക്കാൻ ശ്രമിക്കുമ്പോൾ പതുക്കെ കുതിരയിലുള്ള പിടി അയഞ്ഞു. കുതിര ആ നിമിഷം വളരെയധികം മുതലെടുക്കുകയാണ്. അവനെ തട്ടിത്തെറിപ്പിക്കുന്ന ഒരു കരിയില പോലെ അവൻ പറന്നു മുകളിലേക്ക്. പിന്നെ ഒന്നും ഓർമ്മയില്ല യയാതിക്ക്. അങ്ങനെയാണ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത്. വീണ്ടും പുതിയ 5ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ യയാതി നിദ്രയിലാണ്. അതൊക്കെ പെട്ടെന്ന് ഒരു രാത്രി യയാതിക്ക് ബോധം തെളിയുകയാണ്. അതുമുതലാണ് നമ്മുടെ ഈ 5ാമത്തെ എപ്പിസോഡ്. ദീർഘമായ കുറേ ദിവസത്തെ അബോധാവസ്ഥയ്ക്ക് ശേഷം വീരശൂര പരാക്രമിയായ യയാതി ജീവനോടെ തിരിച്ചു വരും, അല്ലെങ്കിൽ രോഗവിമുക്തനായി വരുമെന്ന് ആർക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്നാൽ കൊട്ടാര വൈദ്യൻ്റെ വളരെ കഠിനമായ പ്രയത്നത്തിലൂടെ അദ്ദേഹത്തിൻ്റെ അറിവും വിജ്ഞാനവും മുഴുവൻ ഉപയോഗിച്ച് യയാതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. അല്ലെങ്കിൽ യയാതി ഒന്നും അറിയുന്നില്ല. കൊട്ടാരത്തിലെ കട്ടിലിൽ കിടക്കുകയാണ് എന്നൊരു തോന്നൽ ഉണ്ടായി. അതൊക്കെ ബോധം തെളിഞ്ഞ് വരികയാണ്. ഉറക്കം കൊണ്ട് കണ്ണുകൾക്ക് ഭാരം വർദ്ധിച്ചിരിക്കുന്നു. എഴുന്നേൽക്കാൻ വയ്യ. എഴുന്നേൽക്കാൻ മനസ്സ് ഒരുക്കമല്ല. അച്ഛൻ്റെ കൊട്ടാരത്തിൽ നിന്ന് സാധാരണ പ്രഭാതത്തിൽ ഉദയഗീതങ്ങളൊക്കെ മുഴങ്ങിക്കേൾക്കേണ്ടതാണ്. അതൊന്നും കേൾക്കുന്നില്ല. പ്രഭാതത്തിലെ കിളികളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നില്ല. ഒരുപക്ഷെ നേരം പുലർന്നില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് യയാതി. പെട്ടെന്നാണ് ഓർക്കുന്നത്, ഇന്ന് ഉത്സവത്തിൻ്റെ സമാപന ദിനമല്ലേ. സമാപന ദിനത്തിലാണ് കുതിരപ്പന്തയത്തിൽ അദ്ദേഹം മത്സരത്തിന് താഴോട്ടിറങ്ങുന്നത്. മത്സരത്തിനല്ല, പന്തയത്തിൽ തൻ്റെ പ്രകടനം കാഴ്ചവെക്കുവാൻ. പെട്ടെന്ന് ആ ദിവസത്തെ ഓർമ്മയാണ്. ഇപ്പോൾ ഉടനെ കുതിരകൾ മത്തുപിടിച്ച വളരെ വലിയ ഭയങ്കരന്മാരായ കുതിരകൾ വേദിയിലേക്ക് എത്തുന്നതൊക്കെ പ്രതീക്ഷിച്ച് അമ്മയുടെയും അച്ഛൻ്റെയും അടുക്കലിരിക്കുന്നതിനെ കുറിച്ചൊക്കെ ഇരുന്ന ആ ഓർമ്മയിൽ നിന്നാണ് പെട്ടെന്ന് ഓർമ്മകളില്ലാത്ത ഒരവസ്ഥയിലേക്ക് അദ്ദേഹം പോകുന്നത്.
പെട്ടെന്ന് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷകരമായ മുഹൂർത്തം താൻ കാണാൻ പോവുകയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് പെട്ടെന്ന് കലശലായ തലവേദന ഓർമ്മ തിരിച്ചു കിട്ടുകയാണ്, ബോധം തിരിച്ചു കിട്ടുകയാണ്. തലയ്ക്ക് മാത്രമല്ല ദേഹമാസകലം ഭയങ്കരമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നു. അപ്പോഴാണ് ഓർക്കുന്നത് കാറ്റിൽ പറക്കുന്ന ഒരു കരിയില പോലെ കുതിരയുടെ പുറത്തു നിന്നും താനൊന്ന് വീണത്. ആ അപകടത്തിൽപ്പെട്ട കയ്യോ കാലോ എല്ലാം ഒടിഞ്ഞു. പതുക്കെ അനക്കി നോക്കുകയാണ്. അപ്പോഴാണ് അപകടത്തിൻ്റെ ആഴം. കൈയും കാലും ഒന്നും ഭയങ്കര വേദന, ശരീരത്തിനാകെപ്പാടെയുള്ള വേദനയുണ്ട്. പതുക്കെ നോക്കുമ്പോൾ തലയിൽ ഒരു നനഞ്ഞ തുണി തൻ്റെ നെറ്റിയിൽ ആരോ വെച്ചിട്ടുണ്ട്. അപ്പോൾ തനിക്ക് അസുഖമാണ്, ജ്വരമാണ് എന്ന വീഴ്ചയുമായി ബന്ധപ്പെട്ട ജ്വരത്തിലാണ് താൻ, ആ അസുഖത്തിലാണ് താൻ. തണുത്ത വെള്ളം മുക്കിയ തുണി ആരോ കൊണ്ട് വെച്ചിട്ടുണ്ട് എന്ന് അവൻ മനസ്സിലാക്കണം. പെട്ടെന്നറിയാതെ അമ്മയെന്ന് വിളിക്കുകയാണ്. അപ്പോഴാണ് തൻ്റെ അവസ്ഥ ആകെ മോശമാണെന്ന് മനസ്സിലായി അമ്മയെ വിളിക്കുന്നത്. അമ്മയെന്ന് വിളിച്ചപ്പോൾ പതുക്കെ വളകിലക്കം കേട്ടു. അമ്മ അടുത്തേക്ക് വരികയായിരിക്കും എന്നാണ് വിചാരിച്ചത്. മെല്ലെ കണ്ണു തുറന്നു നോക്കി. അല്ല, അത് അമ്മയല്ല. പിന്നെ ആരായിരിക്കാം? അപകടത്തിൽ മാരകമായ മുറിവുകൾ പറ്റിയോ? ഇപ്പോൾ താൻ എവിടെയാണ് കിടക്കുന്നത്? ഇവിടെ ആരാണ് വരുന്നത്? ഈ തലയ്ക്കൽ നിൽക്കുന്നത് ആരാണ്? പതുക്കെ പതുക്കെ ഓർമ്മ മങ്ങി തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഓ, ഇതായിരിക്കാം മരണത്തിന് ഇത്ര സുന്ദര രൂപമാണോ? ഇത്ര മനോഹരമാണോ മരണം? അങ്ങനെയാണെങ്കിൽ ലോകം എന്തിനാണ് മരണത്തെ ഭയപ്പെടുന്നത്? ഇത് എം ജിയുടെ രണ്ടാമൂഴത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ചെമ്പഴുക്ക നിറമുള്ള മരണം എന്ന സുന്ദരിയെക്കുറിച്ചൊരു വർണ്ണന. അതേപോലെ മരണത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ ഇവിടെ വി എസ് ഖാണ്ടേക്കറും പങ്കുവെക്കുകയാണ്. ഇവിടെ മരണം അല്ല, പക്ഷെ മരണം തൻ്റെ മുന്നിൽ താൻ വേറൊരു ലോകത്താണെന്നും തൻ്റെ ചാരത്ത് നിൽക്കുന്നത് മരണം എന്ന സുന്ദരിയാണ്. മരണം ഇത്ര മനോഹരിയാണെങ്കിൽ ആൾക്കാരൊക്കെ എന്തിനാണ് മരണത്തെ ഭയപ്പെടുന്നതെന്നും യുവരാജാവ് ചിന്തിക്കുകയാണ്. അപ്പോഴാണ് ഒരു വിളി കേൾക്കുന്നത്. യുവരാജാവേ. ഓ, അത് അളകയുടെ ശബ്ദമാണ്. അളകയുടെ ശബ്ദം അവൻ എവിടെ കേട്ടാലും അറിയാം. കാരണം അവൻ്റെ കളിക്കൂട്ടുകാരിയാണ്, കലികയുടെ മകളാണ്. കലികയുടെ മുലപ്പാൽ കുടിച്ചാണ് അവൻ വളർന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, കഥ തുടങ്ങുമ്പോൾ പറഞ്ഞു. അവന് വളരെ കുറച്ച് കൂട്ടുകാരുള്ളതിലൊന്നാണ് അളക ചെറുപ്രായത്തിൽ. പക്ഷെ ആ കാലമൊക്കെ മാറി. ആ പ്രായത്തിൽ നിന്നൊക്കെ അവൻ വളർന്നു. പക്ഷേ അവളുടെ ശബ്ദം കേട്ടപ്പോൾ അവന് മനസ്സിലായി അത് അളകയാണ്. അവൻ ചോദിച്ചു, ഉത്സവം കഴിഞ്ഞോ? അവൾ പറയും, എന്നേ കഴിഞ്ഞു ഉത്സവം കഴിഞ്ഞിട്ടിപ്പോൾ 8 ദിവസമായി. ഉത്സവം കഴിഞ്ഞു. ആൾക്കാരെ ഒഴിഞ്ഞ ഉത്സവ പറമ്പാണ് ഇപ്പോൾ. അവളുടെ ശബ്ദത്തിന് ചെറിയ വിറയലുണ്ടായിരുന്നു. രാജാവിന് 8 ദിവസമായിട്ട് ബോധമില്ലായിരുന്നു. അപ്പോഴാണ് അറിയുന്നത് താൻ 8 ദിവസമായിട്ട് ബോധമില്ലാതെ കിടക്കുകയാണ്. സൂര്യൻ രാവിലെ ഉദിക്കുകയും വൈകുന്നേരം അസ്തമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് ബോധമുണ്ടായിരുന്നില്ല. ഈ 8 ദിവസം ഞാൻ എവിടെയായിരുന്നു? ഏത് ലോകത്തായിരുന്നു? എന്ത് ചെയ്യുകയായിരുന്നു? ഞാൻ ചിന്താക്കുഴപ്പത്തിലായി. എൻ്റെ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഞാൻ ഉണ്ട്. പക്ഷേ ആ ഞാൻ കഴിഞ്ഞ 8 ദിവസമായി ഒരു നിമിഷം പോലും ഓർമ്മിക്കുന്നില്ല. എനിക്ക് കഴിഞ്ഞ 8 ദിവസം ബ്ലാങ്കായിപ്പോയി, ഒന്നും അറിയില്ല. ഞാൻ അളകയോട് ചോദിച്ചു, അളകെ, അമ്മയുടെ? അമ്മ മഹാറാണി കൊട്ടാരത്തിലുണ്ട്. അമ്മ മഹാറാണിയുടെ അവസ്ഥ ഇതിലും കഷ്ടമാണ്. മകൻ ഈ അപകടം പറ്റിയ ഉടൻ തന്നെ അമ്മ ബോധം കെട്ടു. പിന്നെ ഈ 8 ദിവസവും അമ്മയെ വൈദ്യൻ മകനെ ശുശ്രൂഷിക്കുന്നത് പോലെ അമ്മയെയും ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ ആഹാരമൊന്നും കഴിക്കുന്നില്ല. കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ ദിവസം അവനെ കാണുവാനായി എത്തി അവിടെ മോഹാലസ്യപ്പെട്ട് വീണു. അങ്ങനെ വൈദ്യൻ പറഞ്ഞിരിക്കുകയാണ് പുറത്തോട്ട് ഇറങ്ങാൻ പാടില്ല. കർക്കശ നിർദ്ദേശം കൊടുത്ത് അമ്മയുടെ കൊട്ടാരത്തിൽ ഒരു എന്താ പറയുക, ബന്ധനസ്ഥയാക്കിയിട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതേ അവസ്ഥയിലാണ്. യുവരാജാവിന് ഇതേ രീതിയിൽ അപകടം പറ്റിയതിനു ശേഷം കൊട്ടാരം മുഴുവൻ ശോകമൂകമാണ് എന്ന് പറയാം. മുഴുവനും ഒരു മോഹാലസ്യത്തിൻ്റെ ഭാവത്തിലാണ്. അമ്മ മഹാറാണി എഴുന്നേക്കരുതെന്ന് രാജവൈദ്യൻ്റെ കൽപ്പനയാണെന്ന് അവൾ പറഞ്ഞു. അപ്പം നിന്റെ അമ്മയുടെ? എൻ്റെ അമ്മ മഹാറാണിയെ നോക്കുന്നു. കലിക അമ്മ മഹാറാണിയെ ശുശ്രൂഷിക്കുന്നു. മകൾ അളകയെ
യുവരാജാവിനെ ശുശ്രൂഷിക്കുവാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. അളക വീണ്ടും പറയുകയാണ്, കൊട്ടാരം വൈദ്യൻ ഇന്നലെ വന്നിരുന്നു. അദ്ദേഹം അങ്ങയുടെ നാടിമിടിപ്പ് പരിശോധിച്ച് നോക്കിയിട്ട് തുള്ളിച്ചാടി ഒരു കൊച്ചുകുട്ടിയെ പോലെ. കാരണം കഴിഞ്ഞ 8 ദിവസം അദ്ദേഹത്തിനും പരീക്ഷണ ദിനങ്ങളായിരുന്നു. കാരണം താൻ പഠിച്ച ചികിത്സാ രീതികൾ, ശുശ്രൂഷാ പദ്ധതികളെല്ലാം ഫലപ്രാപ്തിയിലെത്തുമോ എന്ന് അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നു. അത് മുഴുവൻ യുവരാജാവിൽ അദ്ദേഹം അർപ്പിച്ചു. അതിന് ഫലം കണ്ടില്ലെങ്കിൽ താൻ പഠിച്ചതെല്ലാം നിഷ്ഫലമായി ആയിപ്പോയി, ഒരു പ്രയോജനമില്ലാതായി പോകുമെന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. അതുകൊണ്ട് ഇന്നലെ നാടിമിടിപ്പ് പരിശോധിച്ചപ്പോൾ രോഗം ഭേദമായെന്നും ഇന്ന് അർദ്ധരാത്രിയിൽ അല്ലെങ്കിൽ വെളുപ്പിനെ പ്രഭാതം പുലരുന്നതിന് മുമ്പ് അങ്ങേക്ക് ബോധം വരുമെന്നും വൈദ്യൻ ഞങ്ങളോട് പറഞ്ഞു. അത് മനസ്സിലാക്കി അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഇവിടെയെല്ലാം തുള്ളിച്ചാടി നടക്കുകയായിരുന്നു എന്ന് അളക പറഞ്ഞു. എത്ര താമസിച്ചാലും നേരം വെളുക്കുന്നതിന് മുമ്പ് യുവരാജാവിന് ബോധം തിരികെ കിട്ടും. അതുവരെ നീ അരികെ തന്നെ ഉണ്ടായിരിക്കണം, തുണി നനച്ച് തണുത്ത വെള്ളമൊഴിച്ച് നനച്ചുകൊണ്ടേ ഇരിക്കണം എന്നളകെ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് വൈദ്യൻ പോയത്. വൈദ്യനും ഈ 8 ദിവസം കൊട്ടാരം വൈദ്യനും ഉറങ്ങിയിട്ടില്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൾക്ക് പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നു. അവൾ അകത്തേക്ക് ഓടിപ്പോയി. അവിടെ നിന്ന് പുറത്തേക്ക് പോയത് മരുന്നെടുത്തുകൊണ്ട് വരാനായിട്ടാണ്. കാരണം കൊട്ടാരം വൈദ്യൻ പറഞ്ഞിട്ടുണ്ട്, ഉണർന്നു കഴിഞ്ഞാൽ, ബോധം കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കേണ്ടുന്ന മരുന്നിനെ കുറിച്ചും അതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്നും എല്ലാം അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൾ മരുന്നെടുത്തുകൊണ്ട് അവൻ്റെ തലയ്ക്കൽ വന്നു നിന്നു. അപ്പോൾ മുമ്പത്തേക്കാൾ ഭംഗി അളകയിൽ യയു കാണുകയാണ്. യഥാർത്ഥത്തിൽ അളകയാണോ തൻ്റെ തലയ്ക്കൽ നിൽക്കുന്നത്? അല്ല. പെട്ടെന്ന് യയാതിക്ക് തോന്നുകയാണ്, അന്നത്തെ അപകടത്തിൽ ഒരുപക്ഷെ ഞാൻ മരിച്ചു പോയിരിക്കും. ഞാനിപ്പോൾ വേറൊരു ലോകത്തായിരിക്കും നിൽക്കുന്നത്. ഞാൻ സ്വർഗത്ത് ചെന്നിരിക്കാം. എൻ്റെ തലയ്ക്കൽ ഏതോ അപ്സരസാണ് നിൽക്കുന്നത് എന്ന് യയാതിക്ക് തോന്നുകയാണ്. തൻ്റെ തലയ്ക്കൽ ഈ ഭാവന ഓർത്തിട്ട് യയാതിക്ക് തന്നെ ചിരി വന്നു. അന്നേരം അളക ചോദിക്കുന്നുണ്ട്, അളകയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ, അളക വെറും ദാസിയുടെ പുത്രി മാത്രമല്ല, അവൻ്റെ കളിക്കൂട്ടുകാരിയാണ്. അവളുടെ അമ്മയുടെ, അവക്ക് പോലും ലഭിക്കാതെ അവളുടെ അമ്മയുടെ പാല് യയാതിക്കാണ് കിട്ടിയിരിക്കുന്നത്. മുലപ്പാൽ കുടിക്കുന്നത് യയാതിയാണ്. അതിൻ്റെയൊക്കെ സ്വാതന്ത്ര്യം അവൾക്കുണ്ട്. അവൾ ചോദിച്ചു, അങ്ങെന്തിനാണ് ചിരിക്കുന്നത്? ചിരിക്കാൻ പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ? എനിക്കങ്ങനെ തോന്നുന്നു, എന്തോ കാരണം ഉണ്ടാകാമെന്ന്. അപ്പോൾ യുവരാജാവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്, എന്നാ പറയൂ നീ, പൂക്കൾ ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പൂക്കൾ എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്? അവൾ സ്വയം ഈ ചോദ്യം ചോദിച്ചു, പൂക്കൾ എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്? പൂക്കൾ എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്? അവൾ ഈ ചോദ്യം സ്വയം ചോദിച്ച് സ്വയം ലജ്ജിച്ചൊക്കെ നിൽക്കുമ്പോൾ യയുവിന് തോന്നുകയാണ്, യയാതിക്ക് തോന്നുകയാണ്, സമുദ്രത്തിൽ എന്നതുപോലെ സൗന്ദര്യത്തിനും വേലിയേറ്റങ്ങൾ ഉണ്ടാകാറുണ്ടോ? അളക അനുനിമിഷം കൂടുതൽ സുന്ദരിയായി കാണപ്പെടുന്നു. അവസാനം യുവരാജാവ് തന്നെ പറഞ്ഞു, ശരി, നീ പറയണ്ട, പൂക്കൾ എന്തുകൊണ്ടാണ് ചിരിക്കുന്നത് എന്ന് ഞാൻ പറയട്ടെ. ശരി, യുവരാജാവ് പറയൂ. അവൾ പറഞ്ഞു, സ്ത്രീകൾ ലജ്ജിക്കുന്നത് കാണുമ്പോഴാണ് പൂക്കൾ അവരെ കളിയാക്കി ചിരിക്കുന്നത്. യുവരാജാവ് പറഞ്ഞു. പിന്നെ അവളുടെ അപ്പോഴത്തെ ആ ലജ്ജ കലർന്ന ഭാവം യുവരാജാവിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. താനൊരു രോഗിയാണെന്നും ശയ്യാവലംബിയാണെന്നും കഴിഞ്ഞ 8 ദിവസമായി ബോധമില്ലായിരുന്നു എന്നൊക്കെ ഉള്ളതൊക്കെ അങ്ങ് മറന്നു. യുവരാജാവ് നിർനിമേഷനായി അവളെ നോക്കിക്കൊണ്ടിരുന്നു. അവൾ പെട്ടെന്ന് അത് കണ്ട് ഞെട്ടി. അടക്കിയ സ്വരത്തിൽ സ്വയം പറഞ്ഞു, ഞാനെന്ത് ഭ്രാന്തിയാണ്, രാജാവിൻ്റെ നെറ്റിക്കിടാനുള്ള മരുന്നുമായി ഞാനിവിടെ വർത്താനവും പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. യുവരാജാവെന്ന് കണ്ണടച്ചാട്ട്, ഞാൻ ഈ മരുന്ന് അങ്ങയുടെ നെറ്റിക്കിടട്ടെ, കണ്ണിലിത് വീഴുവാൻ പാടില്ല, ഇത് വിഷമാണ്, ഇതൊരു വിഷമാണ്, കണ്ണിൽ ഒരു തരി പോലും വീഴരുതെന്നാണ് വൈദ്യർ കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ മരുന്ന് തുള്ളിയായി ഇറ്റിക്കുന്ന അത്രയും സമയം യുവരാജാവ് കണ്ണടച്ച് കിടക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ യയു ഒരു കുസൃതിയോട് പറയുകയാണ്,
എനിക്ക് കണ്ണടയ്ക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ കണ്ണുകൾ അടയാൻ വൈമനസ്യം കാണിക്കുന്നു. അവളറിയാൻ എന്തുകൊണ്ട് അളകയെ നിർനിമേഷം നോക്കിക്കൊണ്ടിരിക്കുവാൻ എൻ്റെ മനസ്സാഗ്രഹിക്കുന്നു എന്നും മറ്റും അവളോട് പറയാൻ പറ്റില്ലല്ലോ. എങ്ങനെ പറയും? അങ്ങനെ പറഞ്ഞാൽ അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അവൾ ദാസിപുത്രി മാത്രമല്ല, അവളുടെ അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടുള്ളവനാണ് ഞാൻ. അവർ എന്നെ മടിയിൽ കിടത്തി ലാളിച്ചു വളർത്തി. അച്ഛനും കലികയെ, അളകയുടെ അമ്മയെ, വലിയ കാര്യമായിരുന്നു. അമ്മ സ്വന്തം ബന്ധുവിനെ എന്ന പോലെയാണ് അവരോട് പെരുമാറുന്നത്. യേയുവിനെ പറ്റി തന്നേക്കാൾ അധികം ഉത്കണ്ഠ കലികയ്ക്കാണെന്ന് അമ്മ പലപ്പോഴും പറയുമായിരുന്നു. അങ്ങനെയുള്ള കലികയുടെ മകളുമായി കണ്ണടച്ചില്ലെങ്കിൽ ഞാൻ പിണങ്ങും കേട്ടോ, അളക യുവരാജാവിനോട് പറയുകയാണ്. അളകയുടെ മധുരമായ വാക്കുകൾ കാരണം തൻ്റെ ശൈശവം തിരിച്ചു കിട്ടിയതായി യുവരാജാവിന് തോന്നി. സമുദ്രത്തിൽ പതിച്ച നദീജലം അതിൽ നിന്ന് വേർപെട്ടതുപോലെ. യുവരാജാവ് കണ്ണുകൾ അടച്ചു. അളക നെറ്റിയിലെ തുണിയിൽ ഓരോ തുള്ളി മരുന്ന് ഇറ്റിച്ചു. അപ്പോൾ രാജാവ് വിചാരിക്കുകയാണ്, ചിലപ്പോൾ അടഞ്ഞിരിക്കുന്ന കണ്ണുകൾ തുറന്ന കണ്ണുകളേക്കാൾ കൂടുതലായി കാര്യങ്ങൾ കാണുന്നു. അടഞ്ഞിരിക്കുന്ന കണ്ണുകൾ തുറന്നിരിക്കുന്ന കണ്ണുകളേക്കാൾ കൂടുതലായി കാര്യങ്ങൾ കാണുന്നു. ഓരോ സംഭവങ്ങൾ രാജാവ് ഓർക്കുകയാണ്. കുട്ടിക്കാലത്ത് അവൾ പിണക്കം ഭാവിച്ചിരുന്നത്, ഇന്ന് തലയ്ക്കിൽ നിന്നുകൊണ്ട് നെറ്റിയിൽ മരുന്ന് പുരട്ടുന്നത് വരെയുള്ള ഓരോരോ അവരൊരുമിച്ചുള്ള കാര്യങ്ങൾ രാജാവ് കണ്ണടച്ചു കിടന്ന് ഓർക്കുകയാണ്. രാജാവ് വിചാരിക്കുകയാണ്, അവൾ പൂമൊട്ടായിരുന്നു. പക്ഷേ വിടരും തോറും ഓരോ പ്രാവശ്യവും പുതിയ മനോഹര രൂപങ്ങൾ കൈക്കൊള്ളുന്നു. അളകയുടെ ഓരോ ആകൃതിയിലും വിചിത്രമായ ആകർഷത്വം ഉണ്ടായിരുന്നു. അളക അവളുടെ അമ്മയോടൊപ്പം രാജകൊട്ടാരത്തിൽ തന്നെയായിരുന്നു താമസം. അതുകൊണ്ട് അവളുടെ മാറിക്കൊണ്ടിരുന്ന എല്ലാ രൂപങ്ങളും ഞാൻ കണ്ടിരുന്നു. എങ്കിലും ഇന്ന് മനസ്സിൽ ഉണർത്തുന്നത് പോലുള്ള ഒരു വികാരം ഇതിനു മുമ്പ് ഒരിക്കലും തന്നിൽ ഉളവായിട്ടില്ല. ഇന്നെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. 6 വയസ്സ് വരെ അളക എൻ്റെ സഖിയായിരുന്നു. പക്ഷേ അടുത്തത് വളരെ പ്രധാനപ്പെട്ട ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ. അതാണ് ഈ നോവലിൻ്റെ ഒരു പ്രത്യേകതയും. ഇതിൻ്റെ ആ ചിന്താധാര എത്തരത്തിൽ പോകുന്നു എന്നുള്ളത്. 6 വയസ്സ് വരെ രാജാവിൻ്റെ കളിക്കൂട്ടുകാരിയായിരുന്നു അളക. പിന്നെ എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് യുവരാജാവ് ഇപ്പോൾ വൃദ്ധനായ രാജാവ് താൻ 6 വയസ്സിന് ശേഷം യുവരാജാവ് ആകുന്നത് വരെയുള്ള സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് ഓർത്തെടുക്കുകയാണ്. പക്ഷേ വളരും തോറും ക്രമേണ ഞങ്ങൾ അകന്നു. ഞാൻ രാജകുമാരനായിരുന്നു. രാജകൊട്ടാരം, നഗരം, രാജസദസ്സ് മുതലായവയിൽ ഞാൻ ചുറ്റി നടന്നു. സജീവമായി ഉത്സവങ്ങളിൽ പങ്കെടുത്തു. അവൾ ദാസീപുത്രിയായിരുന്നു. അവൾ പിന്നിലേക്ക് മാറി. ഞാൻ മുന്നിലേക്ക് ഉയരും തോറും അവൾ പിന്നിലേക്ക് മാറുകയാണ്. രാജകൊട്ടാരത്തിൻ്റെ ജോലികളിൽ അവൾ അവളുടെ അമ്മയെ സഹായിച്ചു കൊണ്ടിരുന്നു. ഭാവിയിൽ എനിക്ക് രാജാവാകണം, വിശ്വവിജയിയായ വീരനാകണം. അവൾ ദാസിയാകേണ്ടവളാണ്. എപ്പോഴും ആരുടെയെങ്കിലും സേവ ചെയ്ത് കഴിയേണ്ടവളാണ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അകന്നു. ആ അകൽച്ചയുടെ കാര്യം അതൊക്കെയാണ് ഈ നോവലിന് ഇന്നും പ്രസക്തി ഉണ്ടാക്കി കൊടുക്കുന്നത്. ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ അന്നും ഇന്നും എന്നും ഒരേപോലെ നിലനിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോവുകയാണ് നോവലിസ്റ്റ്. വീണ്ടും നമുക്ക് നോവലിലേക്ക് വരാം. ഏതോ സ്വർഗീയമായ സുഗന്ധം ഈ സമയത്ത് രാജാവിനെ മത്തുപിടിപ്പിക്കുകയാണ്. യുവരാജാവിനെ മത്തുപിടിപ്പിക്കുകയാണ്. കണ്ണുകൾ ഇപ്പോഴും അടച്ചിരിക്കുകയായിരുന്നു. കണ്ണുകൾ അടച്ചിരിക്കുകയാണെങ്കിലും വലത് കൈ പതുക്കെ ഉയർത്തി നോക്കി അളക കുനിഞ്ഞു നിന്ന് തൻ്റെ നെറ്റിയിൽ തുണിയിൽ മരുന്ന് ഇറ്റിക്കുകയായിരുന്നു. അവളുടെ മുടിയുടെ ഒരു ഇഴ തൻ്റെ മുഖത്തിലൂടെ ഇങ്ങനെ ഇഴയുന്നുണ്ട്. അതിൻ്റെ സ്പർശം വല്ലാത്ത ഒരവസ്ഥയിലേക്ക് തൻ്റെ കവിളിലെ ആ മുടിയുടെ സ്പർശം തന്നെ കൊണ്ടുപോവുകയാണ്. ആ മൃദുസ്പർശം കൊണ്ട് തൻ്റെ ശരീരം പുളകിതമാവുകയാണ്. താൻ കണ്ണു തുറന്നാൽ അളക ദൂരെ കളയും. ഭയന്ന് കണ്ണടച്ചുകൊണ്ട് തന്നെ ചിരിച്ചുകൊണ്ട് യയാതി ചോദിക്കുകയാണ്, അളകെ, എൻ്റെ മൂക്ക് കോപിക്കുന്നു,
ആരോട്? കണ്ണുകളോട്. ആരുടെ കണ്ണുകൾ? എൻ്റെ തന്നെ. എന്തിന് കണ്ണുകൾ കോപിക്കുന്നു? ഓ, ഇത്ര നല്ല സുഗന്ധം ഇവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ണുകൾക്ക് അറിയാൻ സാധിക്കുന്നില്ല. അത് അടയ്ക്കാൻ നീ പറഞ്ഞിരിക്കുകയല്ലേ. പക്ഷെ മൂക്കുകൾക്ക് ആ നിയന്ത്രണമില്ല. അതാവോളവും ഗന്ധം ഉള്ളിലേക്ക് ആവാഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ കണ്ണുകൾ എനിക്ക് തുറക്കേണ്ടതുണ്ട്, നിന്നെ കാണണം എന്നാണ് രാജാവ് പറയുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഉള്ള സംഭാഷണം വളരെ മനോഹരമായി നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അളകയുടെ സംഭാഷണ രീതി, പിന്നെയും കുറച്ച് കാര്യങ്ങൾ അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയുന്നുണ്ട്. അത് വളരെയധികം യുവരാജാവിന് രസിച്ചു. ഞങ്ങൾ രണ്ടുപേരും കുട്ടിക്കാലത്തേക്ക് തിരിച്ചുപോയി. വാക്കുകൾ കൊണ്ട് കസർത്ത് ചെയ്യുകയാണെന്ന് തോന്നി. എന്നാൽ ഇപ്രകാരം വാക്കുകൾ കൊണ്ട് കസർത്ത് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി ആ സമയത്ത് ആ സുഗന്ധം ആവോളം ആസ്വദിക്കാനുള്ള പ്രബലമായ ഒരാഗ്രഹം എൻ്റെ മനസ്സിൽ ഉണ്ടായി. ഞാൻ ചോദിച്ചു, ഇത് എന്തിൻ്റെ സുഗന്ധമാണ്? പിച്ചിപ്പൂവിൻ്റെ. അങ്ങക്ക് കുട്ടിക്കാലത്ത് പിച്ചിപ്പൂ വളരെ ഇഷ്ടമായിരുന്നല്ലോ. അളക പറഞ്ഞത് ശരിയായിരുന്നു. കുട്ടിക്കാലത്ത് പൂക്കളും പൂന്തോട്ടവും നൃത്തമാടുന്ന മയിലുമൊക്കെ എത്രമാത്രം കുഞ്ഞു യയാതിയെ ആകർഷിച്ചിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതും പിച്ചിപ്പൂക്കളോട് അവന് പ്രത്യേകമായിട്ടുള്ള ഒരു ഇഷ്ടമായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് അതൊക്കെ പോയി. വില്ലിൻ്റെ ഞാണൊലിയും കുതിരകളുടെ കുളമ്പടിയും പെട്ടെന്ന് ഈ പൂക്കളുടെ പ്രിയ സുഗന്ധം എങ്ങോ മറച്ചു കളഞ്ഞു എന്നാണ് രാജാവ് പറയുന്നത്. പിന്നെ രാജാവ് പറയുകയാണ്, അളകെ ആ പൂക്കളെ എൻ്റെ മൂക്കിനടുത്തേക്ക് കൊണ്ടുവരൂ, ഞാൻ അവയോട് ക്ഷമ ചോദിക്കട്ടെ. അപ്പോൾ അളക പറയാണ്, ഞാൻ ഈ മാല തന്നെ അങ്ങ് അടിച്ചു തന്നേക്കാം. മാലയോ? അതെ, ഞാൻ എൻ്റെ മുടിയിൽ പിച്ചിപ്പൂ കോർത്ത് ഒരു മാല ചൂടിയിരിക്കുകയാണ്. വേണ്ട, അതവിടെ തന്നെ ഇരുന്നോട്ടെ. നീ ആ പൂക്കൾ തലമുടിയിൽ നിന്ന് എടുത്ത് മാറ്റിയാലേ അവ എന്നോട് പിണങ്ങും. അതുകൊണ്ട് അത് നീ അവിടുന്ന് എടുക്കുകയൊന്നും വേണ്ട, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. ഒരു വലിയ പുള്ളി സാഹിത്യകാരൻ. ഞാനേ നിന്റെ തലമുടിയിലിരിക്കുക തന്നെ അതൊന്ന് മണപ്പിച്ചു കൊള്ളാം. അത് മതി, നീ തലമുടിയിൽ നിന്ന് അത് അഴിച്ചു കളയൊന്നും വേണ്ട. മുടി മണപ്പിക്കാൻ എന്നെ അനുവദിച്ചില്ലെങ്കിൽ അവിടെ കടന്ന് ഞാൻ ബഹളം വെക്കും എന്ന് യയു അളകയോട് പറയുകയാണ്. നെറ്റിയിലെ മരുന്ന് പുരട്ടലൊക്കെ തീർന്നു കഴിഞ്ഞിരിക്കുന്നു. അവളുടെ കൈ രാജാവിൻ്റെ ചുണ്ടിൽ വെച്ചിട്ട് പറഞ്ഞു, വേണ്ട, ബഹളം വയ്ക്കരുത്, ഇവിടെ ബഹളം വയ്ക്കരുത്. ഒക്കെ അറിയാം രാജാവിൻ്റെ സ്വഭാവം. കഴിഞ്ഞ 8 ദിവസമായിട്ട് ഈ കൊട്ടാര സമുച്ചയത്തിൽ ആരും തന്നെ ഉറങ്ങിയിട്ടില്ല. വൈദ്യർ ഉറങ്ങുന്നില്ല, അമ്മ മഹാറാണി ഉറങ്ങുന്നില്ല, അച്ഛൻ ഉറങ്ങുന്നില്ല, പരിചാരകർ ഉറങ്ങുന്നില്ല. ഇന്നലെ വൈദ്യൻ വന്ന് പ്രശ്നമൊന്നുമില്ല, യുവരാജാവ് സുഖം പ്രാപിച്ചു വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്, വൈദ്യന്റെ നിർദ്ദേശമനുസരിച്ചാണ് എല്ലാവരും ഉറങ്ങാൻ പോയിരിക്കുന്നത്. അവരെയൊന്നും ബഹളം വെച്ച് ഉണർത്തരുത് എന്ന് അവൾ പറയുകയാണ്. ഇപ്പോൾ അങ്ങേക്ക് നല്ല സുഖമുണ്ടെന്ന് കൊട്ടാരം വൈദ്യൻ പറഞ്ഞ ശേഷമാണ് എല്ലാവരും ഉറങ്ങാൻ പോയത്. വൈദ്യനും തൊട്ടടുത്തുള്ള കെട്ടിടത്തിൽ കിടപ്പുണ്ട്, ഓർത്തോണം. എല്ലാവരും ഇത് കേട്ടാൽ ബഹളം കേട്ടാൽ ഓടിയെത്തും. എൻ്റെ അമ്മ കലിക അറിയാലോ, എന്നെ പിച്ചിക്കീറും യുവരാജാവിനെ അനുചിതമായി ഞാൻ എന്തെങ്കിലും പെരുമാറി എന്നറിഞ്ഞാൽ. നേരെ ചൊവ്വ ശുശ്രൂഷിക്കാൻ പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറയും. എന്നെ ആ അമ്മ ശൂലത്തിൽ കയറ്റുമെന്നാണ് അവൾ പറയുന്നത്. അവിടെ പറഞ്ഞ, നീ ശൂലത്തിലൊന്നും കയറണ്ട, മുടി എന്നെ ഒന്ന് മണപ്പിച്ചാൽ മതി, അപ്പോൾ പ്രശ്നം തീരുമല്ലോ, അതല്ലേ ഭേദം ശൂലത്തെ കയറുന്നതിനേക്കാൾ. അങ്ങനെ അവൾ മനസ്സോടെ മുടി മണപ്പിക്കുവാൻ യയാതി കിടക്കുകയാണ്, ശയ്യാവലംബിയാണ്. അവൾ പതുക്കെ മുടി മണപ്പിക്കുവാനുള്ള അനുവാദം കൊടുക്കുകയാണ്. അനുവാദം കൊടുക്കുകയല്ല, അവൻ നിർബന്ധം പിടിച്ചുകൊണ്ട് കിടക്കുകയാണ്. കണ്ണുടച്ച് എണ്ണുകയാണ്, 1, 2, 3, 4, അതിനകം നീ വരണം. തീർച്ചയായും നന്ദനോദ്യാനത്തിലെ പുഷ്പസഞ്ചയം മുഴുവനും ആ പിച്ചിപ്പൂക്കൾക്ക് സ്വന്തം സുഗന്ധം പ്രദാനം ചെയ്തിരിക്കണം. ആ പിച്ചിപ്പൂക്കളിലേക്ക് ആ ഉദ്യാനത്തിലെ മുഴുവൻ സുഗന്ധവും ആവാഹിക്കപ്പെട്ടതുപോലെയാണ് യുവരാജാവിന് അനുഭവപ്പെട്ടത്. അളകയുടെ മുടിയിൽ ചൂടിയ മാലയുടെ സുഗന്ധം ആസ്വദിക്കും തോറും എന്നിൽ ഒരു ലഹരി പടന്നു കയറി. ആ പൂക്കളോടൊപ്പം അവളുടെ മുടിച്ചുരുളുകൾ എൻ്റെ കവിളുകളെ സ്പർശിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ സ്പർശം വളരെ സുഖകരവും മാദകവുമായിരുന്നു.
അളക എന്നിൽ നിന്നും അകന്നു മാറാൻ തുടങ്ങുകയാണെന്ന് മനസ്സിലായയുടൻ ഞാൻ എന്നെ തന്നെ മറന്നു. എൻ്റെ മനസ്സിന് ഇപ്പോഴും ആ സുഗന്ധം ആസ്വദിച്ച് സംതൃപ്തി വന്നില്ല. അവളോടുള്ള അഭിനിവേശം എന്നിൽ നിറഞ്ഞു നിന്നു. ഞാൻ കണ്ണു തുറന്നു. അവൾ പിന്നോട്ട് മാറാൻ തുടങ്ങി. പെട്ടെന്ന് അവളുടെ മുടിയിൽ നിന്ന് ഞാൻ ആ പൂമാല വലിച്ചെടുത്തു. 2 കൈകൊണ്ടും ആ പൂക്കൾ ഞെരിച്ച ശേഷം ഞാൻ അവയെ മണപ്പിക്കാൻ തുടങ്ങി. ഇതെന്താണ് ഈ കാണിക്കുന്നത്? അവളുടെ ശബ്ദം വിറവുണ്ടിരുന്നു. എൻ്റെ മനസ്സിന് തൃപ്തിയായില്ല. എനിക്കിനിയും സുഗന്ധം ആസ്വദിക്കണം. എന്താണ് ചെയ്യുന്നതെന്ന് ഓർക്കാതെ ഞാൻ എൻ്റെ കൈകൾ അവളുടെ കഴുത്തിൽ ചുറ്റി. ഉത്തരക്ഷണത്തിൽ അവളുടെ ചുണ്ടുകൾ എൻ്റെ ചുണ്ടുകളിൽ തങ്ങി. ആ അധരങ്ങളിൽ അമൃതം നിറഞ്ഞിരുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിൽ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന പഥികനെ പോലെ എൻ്റെ ചുണ്ടുകൾ വരണ്ടുപോയിരുന്നു. ശരീരവും മനസ്സും ദാഹം പൂണ്ടിരുന്നു. ഞാൻ ആ അധരങ്ങളിലെ അമൃതം കുടിച്ചുകൊണ്ടേയിരുന്നു. ഇനിയും ഇനിയും. ഇങ്ങനെയൊരു അടക്കിയ ശബ്ദം മാത്രം ചുണ്ടുകളിൽ നിന്ന് പുറപ്പെട്ടു. സുഖത്തിൻ്റെ പൊയ്കയിൽ ഞാൻ നീന്തുകയാണെന്നും എന്നാൽ ആ പൊയ്കയിലെ ജലത്തിന് വേണ്ടുന്ന അളവോളം ആഴമില്ലെന്നും മാത്രം അറിയാനുള്ള ബോധം എന്നിൽ ശേഷിച്ചു. അങ്ങെന്താണ് ഈ കാണിക്കുന്നത്? ആ പൊയ്കയിൽ നിന്ന് ആരോ വിളിച്ചു ചോദിച്ചു. ആരാണ് ഇങ്ങനെ ചോദിച്ചത്? ഏതെങ്കിലും മത്സ്യകന്യകയായിരുന്നു? ഞാൻ കണ്ണു ചിമ്മി തുറന്നു. അത് അളക തന്നെയായിരുന്നു. അവൾ എൻ്റെ ശയ്യയിൽ നിന്ന് ദൂരെ മാറി നിൽക്കുകയായിരുന്നു. എൻ്റെ ചുണ്ടുകളുടെ ദാഹം ശമിച്ചിരുന്നില്ല. മനസ്സ് സംതൃപ്തമായിരുന്നില്ല. ശരീരത്തിലെ ഓരോ അണുവും ആളിക്കത്തുകയായിരുന്നു. ഞാനിപ്പോൾ രുചിച്ച അമൃതം കാളകൂടം പോലെ കത്തിക്കാളുകയായിരുന്നു. ആ ദാഹം ശമിക്കുന്നതിന് കൂടുതൽ അമൃതം ആവശ്യമായിരുന്നു. അളകയെ പിടിക്കുന്നതിനായി ഞാൻ വെച്ചെഴുന്നേറ്റു. എൻ്റെ വലതുകാലിൽ അപ്പോൾ ഭയങ്കര വേദന അനുഭവപ്പെട്ടു. അമ്പേറ്റു പിടയുന്ന പക്ഷിയെപ്പോലെ ഒരാർത്തനാദം പുറപ്പെടുവിച്ചുകൊണ്ട് ഞാൻ ശയ്യയിലേക്ക് മറിഞ്ഞു വീണു. ആ രംഗം എത്ര മനോഹരമായിട്ടാണ് പി മാധവൻപിള്ള സാറ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രോഗം ഭേദമാകാൻ പിന്നെയും 4 മാസങ്ങളെടുത്തു. കാരണം കാലിന് ഒടിവ് പറ്റിയിട്ടുണ്ട്. അത് കൊട്ടാരം വൈദ്യനെ കൊണ്ട് മാത്രം ശുശ്രൂഷിച്ച് മാറ്റാൻ കഴിയുകയില്ല. അദ്ദേഹം ആര്യാവർത്തത്തിൻ്റെ കിഴക്ക് ഭാഗത്തു നിന്നും മറ്റേ ലാടവൈദ്യന്മാരുണ്ടല്ലോ, നമ്മൾ ഏകമൂലി വൈദ്യർ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ലാടവൈദ്യന്മാരുണ്ട്. നിരന്തരം സഞ്ചരിച്ചുകൊണ്ട് ചികിത്സ ചെയ്യുകയും കാടുകളിൽ താമസിക്കുകയും ഒക്കെ ചെയ്യുന്ന അത്തരത്തിൽ ഒരു മനുഷ്യനെ വിളിച്ചുകൊണ്ട് വന്നു കാലിൽ വേണ്ടിയിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്ത് വിദഗ്ധനായിരുന്നു അദ്ദേഹം. ഒടിവൊക്കെ പെട്ടെന്ന് നേരെയാക്കി 4 മാസത്തെ വിശ്രമത്തിൽ അദ്ദേഹത്തോടൊപ്പം ജീവിച്ച് കൊട്ടാരത്തിൽ ജീവിച്ച് അദ്ദേഹത്തിന് വേണ്ടി ശുശ്രൂഷകൾ നൽകിയാണ് അസുഖം ഒക്കെ ഭേദമാകുന്നത്. 8 ദിവസത്തോളം ഞാൻ ശവം പോലെ കിടന്നു. വിചിത്രമായ മോഹാലസ്യത്തിൽ നേരത്തെ കിടന്നതിനെ കുറിച്ച് പറയുകയാണ്. ഞാൻ ഉണരുമോ ഇല്ലയോ എന്ന് അമ്മയ്ക്ക് സംശയമായിരുന്നു. എനിക്ക് വേണ്ടി അമ്മ നഗരത്തിലുള്ള എല്ലാ ദേവന്മാർക്കും നേർച്ചകൾ നേർന്നു. ഞാൻ എഴുന്നേറ്റ് നടക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ ആഡംബര സമുന്നതം ആ നേർച്ചകളെല്ലാം നടത്തി. ബോധം വീണപ്പോൾ തന്നെ 8 ദിവസം ബോധമില്ലാതെ കടന്നു. ബോധം വീണ് മറ്റേ ഒടിവ് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മ എല്ലാ ആഡംബരോടും കൂടി എല്ലാ ക്ഷേത്രങ്ങളിലും പോയി എല്ലാ വഴിപാടുകളും നടത്തി. അസുഖം ജ്വരം ഒക്കെ കുറഞ്ഞെങ്കിലും കാലിലെ വേദന, എല്ലാം ഒടിഞ്ഞിരുന്ന ആ വേദന, അതാണ് നമ്മൾ പറഞ്ഞ ലാടവൈദ്യനെ കൊണ്ടുവരികയും ഒക്കെ ചെയ്തു. പക്ഷെ ഈ സമയത്ത് ഭയങ്കരമായ മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാവുകയാണ്. ജനലിലൂടെ നോക്കുമ്പോൾ പക്ഷികളൊക്കെ പറക്കുന്നു. അതുപോലെ തനിക്ക് ഈ ജനലിൽ നിന്ന് എടുത്തങ്ങ് ചാടിയാലോ, പുറത്തോട്ട് ചാടിയാലോ, കാലിൻ്റെ ഒടിവൊക്കെ നോക്കാതെന്നൊക്കെയുള്ള ചില തോന്നലുകളൊക്കെ ഉണ്ടാകുകയാണ്. എന്തു സംഭവിച്ചു കൊള്ളട്ടെ എന്നൊക്കെ ആലോചിക്കും. അതേപോലെ കുതിരകൾ കിതയ്ക്കുന്നത് കാണുമ്പോൾ ശരീരം ഇങ്ങനെ വിറകൊള്ളും. കുതിരകൾ കിതയ്ക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഭുജങ്ങൾ തുടിക്കും, തുടകൾ തരിക്കും. മുടന്തിൻ്റെ പേരിലുണ്ടായ കോപം, മുടന്തി നടക്കുമ്പോൾ എല്ലാവരോടും കോപമാണ്. അത് ആരുടെ മേൽ തീർക്കും എന്ന് വിചാരിച്ച് അസ്വസ്ഥപ്പെട്ട് നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ കാലിനൊക്കെ വീണ്ടും വേദന കൂടും. അങ്ങനെയൊക്കെയാണ് 4 മാസങ്ങൾ കഴിച്ചു കൂട്ടിയത്. കഴിഞ്ഞ 10 വർഷമായി പടുത്തുയർത്തിക്കൊണ്ടുവരുന്ന ശരീരമാണ്.
പറഞ്ഞല്ലോ, ആയോധന കലയിലും ഇത്തരം സംഗതികളിലേക്കൊക്കെ രാജാവിനെ പരുവപ്പെടുത്തുകയായിരുന്നു എല്ലാവരും കൂടി യുവരാജാവിനെ. അപ്പോൾ രാജാവ് സ്വയം തനിക്ക് വീരപരാക്രമിയാകണം എന്ന അർത്ഥത്തിൽ 10 വർഷമായി ഇങ്ങനെ ഈ ശരീരത്തെ പരിപാലിച്ചു വരികയാണ്. ആ ശരീരമാണ് ഒരു നിമിഷം തന്നെ ചതിച്ചത്, തൻ്റെ എല്ലാ പ്രതീക്ഷകളെയും തട്ടി തകർത്തത്. കട്ടിലിൽ കടന്നുകൊണ്ട് ശരീരത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയുണ്ട്. ശരീരം എന്താണ്? ശരീരം എൻ്റെ ശത്രുവാണെന്നൊക്കെ പറയുന്നുണ്ട് രാജാവ്. എന്തുകൊണ്ട് ശത്രുവാകുന്നു? ഈ ശരീരത്തിൽ നിന്ന് ഭിന്നമായി വേറൊരു യയാതി എന്നിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനൊരു വലിയ ശരീരവുമായുള്ളൊരു തർക്കം. അവസാനം ശരീരം തന്നെ പറയാണ്, ഞങ്ങൾ തന്നെയല്ലേ, ശരീരം തന്നെ അല്ലേ അങ്ങയെ കുറച്ച് സമയത്തേക്ക് വേദന പോലും മറന്ന് പിച്ചിപ്പൂക്കളുടെ സുഗന്ധം ആസ്വദിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ രാത്രി ജീവിതത്തിലെ അനശ്വരമായ മധുര സ്വപ്നമായി മാറിയിരുന്നു യുവരാജാവിനെ സംബന്ധിച്ചിടത്തോളം. ആ സ്വപ്നത്തിന്റെ സ്മരണയിൽ കാലിന്റെ വേദന മുഴുവനും അല്പസമയത്തെ മുടന്തുൾപ്പെടെ ഞാൻ മറക്കുമായിരുന്നു. അതോടൊപ്പം ജീവിതത്തിലെ ഇതര ദുഃഖങ്ങളും. വെളിയിൽ എത്ര കൊടും വെയിലിലാണെങ്കിലും ആ രാത്രിയിലെ ഓർമ്മയോടൊപ്പം അത് അസ്തമിക്കും. അതിനുശേഷം കയ്യിൽ ദീപാരാധന തട്ടവും എടുത്തു നിൽക്കുന്ന സുന്ദരിയെപ്പോലെ ആ രാത്രി കൺമുന്നിൽ വന്നു നിന്നു. പിച്ചിപ്പൂവിൻ്റെ മാദക ഗന്ധം, അളകയുടെ മുടിയുടെ മൃദുല സ്പർശം, അവളുടെ അധരങ്ങളുടെ മധുരാമൃതം, ഇവയുടെ മധുര സ്മരണകൾ നിരന്തരം രോമാഞ്ചമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അസുഖം പിടിപെട്ട് കിടക്കുന്ന 3-4 മാസങ്ങളിൽ ഏറ്റവും സുഖം പ്രദാനം ചെയ്തത് ഈ സ്മരണകളായിരുന്നു. സമയാസമയങ്ങളിൽ ആ ഓർമ്മകളെ താലോലിച്ച് ഞാൻ അന്തം വിട്ടിരുന്നു. ആ സുഖം വീണ്ടും ആസ്വദിക്കുന്നതിനുള്ള ആഗ്രഹമുണ്ടായിരുന്നിട്ടും എനിക്ക് പിന്നീട് അതിനുള്ള അവസരം ലഭിച്ചില്ല. കാരണം പിന്നീട് ഒരിക്കലും രാത്രിയിൽ യുവരാജാവിനെ പരിചരിക്കുവാൻ അളകയെത്തിയില്ല. അവൾ വരും പകലെത്തും, പകൽ സമയങ്ങളിൽ മാത്രം. രാത്രിയിൽ മറ്റുള്ള വേലക്കാരും ദാസിമാരും ഒക്കെയാണ് വരുന്നത്. അവരിൽ യുവതികളുമൊക്കെ ഉണ്ടാകും. പക്ഷേ ആരോടും രാജാവിന് യാതൊരു താല്പര്യവുമില്ല. അളകയോടുള്ള അദ്ദേഹത്തിൻ്റെ വികാരം മറ്റൊരു തരത്തിലായിരുന്നു. പിച്ചി പൂമാലയിട്ടിട്ട് ഞാൻ പിണങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് നെറ്റിയിലെ തുണിയിൽ മരുന്നുകൾ പുരട്ടുന്ന, ഇതെന്താണ് ഈ കാണിക്കുന്നത് എന്ന് അല്പം കോപത്തോടും അല്പം ആനന്ദത്തോടും പറയുന്ന എൻ്റെ ബാല്യകാല സഖിയായ അളകയെ ആണ് ഞാൻ ആഗ്രഹിച്ചത്. മറ്റാർക്കും അത് തൃപ്തിപ്പെടുത്തുവാൻ കഴിയുകയില്ല. അളക മാത്രമാണ്. പകൽ സമയത്ത് അവൾ എൻ്റെ അടുത്ത് ചുറ്റി നടക്കുമ്പോൾ വർഷങ്ങളായി വിശന്നു വലയുന്നവൻ്റെ ആർത്തിയോടെ ഞാൻ അവളുടെ ഓരോ ചലനവും ഹൃദയം തുറന്ന് ഉൾക്കൊള്ളുമായിരുന്നു. മറ്റൊരു ദാസിയോടും എനിക്കിങ്ങനെ ഒരു ആകർഷണം തോന്നിയിട്ടില്ല. അളകയെ പറ്റിയുള്ള മധുരസ്മരണകളോടൊപ്പം തന്നെ അക്കാലത്ത് മറ്റൊരു സുന്ദര സ്വപ്നം കൂടി എൻ്റെ മനസ്സിന് സുഖം നൽകിയിരുന്നു. അത് നമ്മുടെ ഈ ലാടവൈദ്യൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം യുവരാജാവിനൊപ്പമുണ്ട്. കാലിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുന്നതിനോടൊപ്പം അദ്ദേഹം ലോകത്തിൻ്റെ കഥകൾ പറഞ്ഞു കൊടുത്തു. ലോകം ആര്യാവർത്തം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന ലാടവൈദ്യനാണ്. മനോഹരങ്ങളായ കാനനത്തിലെ കാഴ്ചകൾ, ഗുഹകൾ, വൈവിധ്യമേറിയ സസ്യജാലങ്ങൾ, ഫലവൃക്ഷാദികൾ, ജീവജാലങ്ങൾ, ഇവയുടെയൊക്കെ ആ വ്യത്യസ്തത ഓരോ പ്രദേശത്തും ഓരോ പ്രത്യേക പ്രദേശത്തുമുള്ള മനുഷ്യൻ്റെ സ്വഭാവം, ഇതൊക്കെ ലാടഗുരു പറഞ്ഞപ്പോഴത്തേക്ക് രാജാവിന് അവിടെല്ലാം ചുറ്റിക്കറങ്ങി കാണണം എന്നൊരു ആഗ്രഹവും അളകയോടുള്ള അഭിനിവേശം പോലെ തന്നെ മറ്റൊരു ആഗ്രഹവും ആ സ്ഥാനത്ത് രാജാവിൽ ഉദയം കൊള്ളുകയാണ്. അങ്ങനെ ഒരു ദിവസം രാജാവ് ഈ ലാടവൈദ്യൻ പറഞ്ഞ എല്ലാ സംഗതികളും കേട്ടൊരു സുന്ദര സ്വപ്നത്തിന് രൂപം നൽകുകയാണ്. അശ്വമേധത്തിനുള്ള കുതിരയുമായി ഞാൻ പുറപ്പെട്ടിരിക്കുകയാണ്. അയാൾ പറഞ്ഞ സുന്ദരവും ഭയങ്കരവുമായ കാര്യങ്ങൾ ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ടിതാ നേരിൽ കാണുന്നു. സപ്തവർണ്ണാഞ്ചിതമായ സൗന്ദര്യം ആസ്വദിക്കുന്നു. പുതിയ പുതിയ പ്രദേശങ്ങളെ ചവിട്ടി മെതിക്കുന്നു. ഇതായിരുന്നു ആ സ്വപ്നം. ആ സ്വപ്നത്തിൻ്റെ അന്തിമ ദൃശ്യം എന്തായിരുന്നെന്നോ? ദിഗന്ധങ്ങളിൽ വിജയം നേടി ഞാൻ ഹസ്തിനപുരിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. എനിക്ക് വീരോചിതമായ സ്വീകരണം നൽകുന്നതിനു വേണ്ടി ദീപമൊഴിയാൻ നിയുക്തരായ ദാസിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ അളക നിൽക്കുന്നു. ഞാൻ പൂർണ്ണമായും രോഗവിമുക്തനായ ശേഷം വൃദ്ധനായ അമാത്യനോടും മറ്റ് ഗുരുജനങ്ങളോടും എൻ്റെ സ്വപ്നത്തെപ്പറ്റി പറഞ്ഞു. അവർക്കൊക്കെ അത് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അമ്മ
എൻ്റെ അമ്മ പലതവണ തടഞ്ഞെങ്കിലും നഗരദേവതമാരുടെ ഒരു ഉത്സവത്തിൽ വച്ച് അച്ഛൻ അശ്വമേധം വിളംബരം ചെയ്തു. നോവലിലെ 4ാമത്തെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. നമ്മുടെ 5ാമത്തെ എപ്പിസോഡും ഇവിടെ അവസാനിക്കുകയാണ്. യയാതി എന്ന വിഖ്യാത കൃതിയുടെ 6ാമത്തെ എപ്പിസോഡ് അടുത്ത ദിവസം നമുക്ക് പങ്കുവയ്ക്കാം. എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം.